1-2 മക്കബായർ ആമുഖം. യവനാചാരങ്ങൾ യഹൂദരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ഗ്രീക്കുകാർ ശ്രമിച്ചു. ഒരു കൂട്ടം യഹൂദർ അവർക്ക് പിന്തുണ നൽകി. ചെറുത്തുനിന്നവർ മതപീഡനങ്ങൾക്ക് വിധേയരായി. BC 175 സെലൂക്യസ് വംശജനായ അന്തിയോക്യസ് എപ്പിഫാനസ് 4-മൻ രാജാവായതോടെ സ്ഥിതിഗതികൾ രൂക്ഷമായി. വിഗ്രഹാരാധന നടത്തുന്നതിനും പന്നിമാംസം ഭക്ഷിക്കുന്നതിനും യഹൂദർ നിർബന്ധിതരായി. അനേകം യഹൂദർ മതമർദ്ദനത്തിൽ ജീവാർപ്പണം ചെയ്തു. എന്നാൽ ആയുധമെടുത്ത് മർദ്ദനത്തെ നേരിടാൻ കുറേ പേർ തയ്യാറായി. അവർക്ക് നേതൃത്വം നൽകിയത് പുരോഹിതനായ മത്താത്തിയാസിൻ്റെ പുത്രൻ യൂദാസാണ്. മക്കബായൻ എന്നറിയപ്പെട്ടിരുന്ന യൂദാസിൻ്റെ കൂടെ ചേർന്നവർക്കെല്ലാം മക്കബായർ എന്ന പേര് കിട്ടി. യവനാധിപത്യത്തിനെതിരായുള്ള യഹൂദരുടെ ചെറുത്തുനിൽപ്പിൻ്റെ ചരിത്രമാണ് മക്കബായരുടെ 1-2 പുസ്തകങ്ങളിൽ വിവരിക്കുന്നത്. മത്താത്തിയാസിൻ്റെ മക്കളായ യൂദാസ്, ജൊനാഥൻ, ഷിമിയോൻ എന്നിവരുടെ പ്രവർത്തനങ്ങളും അവരുടെ വിജയങ്ങളും പരാജയങ്ങളുമാണ് 1-ാം പുസ്തകത്തിൽ വിവരിക്കുന്നത്. 2-ാം പുസ്തകത്തിൽ നിയമത്തോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് വീരചരമമടയേണ്ടി വന്ന രക്തസാക്ഷികളുടെ ചരിത്രവും മർദ്ദനകാലത്ത് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നതിനുള്ള ഉത്തേജനം നൽകുകയാണ് ഗ്രന്ഥത്തിൻ്റെ ലക്ഷ്യം. വീരചരമമടഞ്ഞവർ നിത്യമായി ജീവിക്കുമെന്ന് ഈ ഗ്രന്ഥം ഉറപ്പിച്ച് പ്രസ്താവിക്കുന്നു. മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള വിശ്വാസം ബൈബിളിൽ ആദ്യമായിട്ടാണ് ഇത്രയധികം പ്രകടമാകുന്നത്. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പാപപരിഹാര ബലി അർപ്പിക്കുകയും ചെയ്യുന്ന പതിവുണ്ടായിരുന്നതായി സൂചനകൾ കാണുന്നു. BC 1-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ എഴുതപ്പെട്ട ഈ ഗ്രന്ഥങ്ങളുടെ ഹീബ്രു മൂലം ലഭ്യമല്ല. ഗ്രീക്ക് വിവർത്തനമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഘടന: 1 മക്കബായർ 1:1-9. മഹാനായ അലക്സാണ്ടർ. 1:10-2:70. മക്കബായ വിപ്ലവം. 3:1-9 22. യൂദാസ് മക്കബായൻ. 9:23-12 54. ജൊനാഥൻ. 13:1-16 24. ഷിമയോൻ. 2 മക്കബായർ. 1:1-2 18. ഈജിപ്തിലെ യഹൂദർക്കുള്ള കത്തുകൾ. 2:19-32 പ്രസാദക കുറിപ്പ്. 3:1-40 ഹെലിയോദോറസ് ദേവാലയം അശുദ്ധമാക്കാൻ ശ്രമിക്കുന്നു. 4:1-7 42 മതമർദ്ദനം ദേവാലയം അശുദ്ധമാക്കുന്നു. 8:1-10 8 യൂദാസിൻ്റെ വിജയം ദേവാലയ ശുദ്ധീകരണം. 10:9-15 39 മതമർദ്ദനം തുടരുന്നു.